ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും താഴത്തേക്ക് സാധനങ്ങളൊക്കെ ഇറക്കി കൊണ്ടുവന്ന് തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ഹോട്ടലിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ 3 ദിവസത്തെ സഹവാസത്തിന് ശേഷം ഈ ഹോട്ടലിൽ നമ്മൾ വെക്കറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയുള്ള പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. വേറെ ചിലത് മാത്രം 2-3 ഐറ്റംസ് മാത്രം നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗാർഡൻ. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ റൂമുകൾ. ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ഇതാണ് എൻട്രൻസിൽ അവരവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കസാക്കിസ്ഥാൻ്റെ എന്താ പറയുക ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഹോട്ടലിൽ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് മാറി എല്ലാവരും താഴത്തോട്ട് ഇറങ്ങി പെട്ടിയെല്ലാം വണ്ടിയിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കീ കൊടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഹോട്ടലിൽ ഞങ്ങളൊരു 3 ദിവസത്തോളം താമസിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫൈൻ ഇവിടുന്ന് കിട്ടി. ചെറിയ മക്കളൊക്കെ ഉള്ള കാരണം കൊണ്ട് ചെറിയ നിസ്സാര കാരണങ്ങൾക്കാണ് നമുക്ക് ഫൈനൊക്കെ കിട്ടിയത്. എന്നിരുന്നാലും അതൊക്കെ കണ്ണടയ്ക്കാവുന്ന ഫൈനുകളായിരുന്നു. പക്ഷേ ആ ഫൈനൊക്കെ നമുക്ക് തന്നിട്ടാണ് നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോട്ടലുകളിൽ പോകുമ്പോൾ അവർ പറയുന്ന അതിൻ്റേതായ രീതിയിൽ നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും കേട്ടോ. തുറക്കുക അതിലൊന്നും. അല്ലാണ്ട് നോക്കിയേ, പൈസ പോയത് പോയി. അവിടെ പോയി പറയാം. എനിക്ക് നിങ്ങൾ 750 ടെങ്ക തരാനുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അത് ടെങ്കിൽ കൊടുക്കണം. നാളെ തൊട്ട് ടെങ്കിൽ ആളെ ടാക്സി എല്ലാം ടാക്സി ടെങ്കിൽ പോകുള്ളൂ. എടാ ഒന്ന് കയറാ, അഞ്ച കയറാ, ചന്തത്തിനും കയറ്. Next, Wooden Hall. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചത്തെ ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ അത് കഴിച്ചിട്ട് ഇവിടുന്ന് അങ്ങനെ പിന്നെ യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഫാമിലിയാണോ?
ഒന്ന് ഇൻട്രസ്റ്റോടെ ഇരുന്ന് കഴിക്കുന്നു. അത് വരുമ്പോ കനൂരടുത്ത് വരുമോ? അപ്പോൾ ഇതാണ് കേട്ടോ ഉച്ചത്തെ ഭക്ഷണം കഴിച്ച ഹോട്ടല്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പടയായിട്ടുള്ള ആൾക്കാർ തന്നെയായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ബാത്റൂമിൽ പോവുക. പിന്നെ ഇനി ഒരൊറ്റ പോക്കാണ്, കുറച്ചധികം സമയം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ വാഷ്റൂമിൽ പോകുക, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അതാ ഞങ്ങൾ കയറി. ഞങ്ങൾ പോകുന്ന ആ മഞ്ഞുമല കാണുന്നില്ലേ, അതാണ് നമ്മുടെ ഷിംബുലാക്ക് കേട്ടോ, ആ മലയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലുള്ള റോഡ് കാഴ്ചകളാണ് ഇതൊക്കെ. ബസ്സിൻ്റെ ഗ്ലാസ്സിന് കൂളിംഗ് ഒട്ടിച്ചുള്ള കാരണമാണ് കേട്ടോ ഇങ്ങനെ ഒരു വ്യൂവിൽ കാണുന്നത് കേട്ടോ. നിറയെ മരങ്ങളുണ്ട് കേട്ടോ ചുറ്റിലും. നല്ല എന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആ ദൂരെ കാണുന്ന മല നമ്മുടെ ഷിംബുലാക്ക് മല തന്നെയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ അൽമാറ്റി ടൗണ് വിട്ടു. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ വഴിയിലേക്കുള്ള ട്രാക്കിൽ നമ്മളെത്തി. നമ്മൾ പോകുന്നത് ഓയ് കാർഗായി മൗണ്ടൻ റിസോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല പച്ചപ്പാണ്. പക്ഷേ മഞ്ഞ് സമയമായാൽ ഈ പച്ചപ്പൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും, സ്നോ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഈ മരങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞിയ ചെറിയ ആപ്പിളില്ലേ അതാണ് കേട്ടോ ഒന്ന് നിറയെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ മരത്തുമ്പോൾ നോക്കുമ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞിയ ആപ്പിളുകളാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരു 10-45 മിനിറ്റ് കൂടുതൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിലിരുന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോസ് എടുത്തത്. കാരണം സൈഡ് ഗ്ലാസ് നോക്കുമ്പോൾ ഒക്കെ കൂളിംഗ് ഒട്ടിച്ചുള്ള കാരണം കൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് ക്ലിയർ ആവില്ല. അപ്പോൾ ഫ്രണ്ടിലോട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊന്ന് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ TTCക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ലോങ് ട്രിപ്പ് ടൂറൊക്കെ പോകുമ്പം നമുക്കിങ്ങനെ ഡ്യൂട്ടി കിട്ടും ഉറങ്ങാണ്ട് ഇരിക്കാൻ. രാത്രി സമയത്ത് നമുക്കിങ്ങനെ ഉറങ്ങാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറിൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ നമുക്കിങ്ങനെ 2 പേരെ വെച്ചിട്ട് ഡ്യൂട്ടി കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേ ഒരു ഫീലാണ് കേട്ടോ ഇപ്പോൾ വന്നത്. എല്ലാവരും ഒരു ശാന്തതയിലാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ കുതിരക്കൂട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, കാണാട്ടോ നമുക്ക്. അങ്ങനെ ഇവരുടെ കുട്ടി വർത്താനങ്ങളൊക്കെ കേട്ടിരുന്ന് നമ്മുടെ സ്ഥലം എത്തിയിട്ടോ. മൗണ്ടൻ റിസോർട്ട് ഓയ് കാർഗായ്. ഇതിലെന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രമിക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ ഗേറ്റ് കടന്നു. ഇനി നമുക്ക് ഇവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ദൂരം നമ്മൾ പോവാണ്ട് ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റും അതുപോലെ മുതിർന്നവർക്ക് വേണ്ടി സെപ്പറേറ്റും അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ്, അതായത് ക്ലൈംബിങ്, പിന്നെ അതുപോലെ കുതിര സവാരി, പിന്നെ സ്നോ ടൈമിൽ കുറേ എന്താ പറയുക സ്നോയുടെ അങ്ങനത്തെ പരിപാടികൾ, അങ്ങനെ എന്താ പറയുക കുറേ ആക്ടിവിറ്റീസ്, കുറേ ചെറിയ ചെറിയ പാർക്കുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ, മല കാണാൻ തന്നെ. ഇപ്പോൾ ഈ പച്ചപ്പിൽ വന്ന കാരണമാണ് നമുക്ക് ഈ പച്ചപ്പ് ആസ്വദിക്കാൻ പറ്റണത്. മഞ്ഞ് സമയത്താണെങ്കിൽ ഇത് ഫുൾ മഞ്ഞായിട്ട് മഞ്ഞ് പെയ്ത് നിൽക്കുന്ന ഒരു സീനായിരിക്കും, വൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അപ്പം നമ്മളിതാ ഗേറ്റ് എത്തി. ഇവിടെയാണ് തൊട്ടടുത്താണ് റിസപ്ഷൻ ഉള്ളത്. അപ്പം നമ്മൾ തൽക്കാലം നമ്മുടെ ബസ് ഇവിടെ ഇറക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങി. എന്നിട്ട് ബസ് വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കണം. ഇവിടെയാണ് ഹൗസ് ട്രീയുടെ ഹൗസാണുള്ളത്. ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലൈംബിങ് ചെയ്യുന്ന ആൾക്കാരെ കാണാം കേട്ടോ. ഇതാ പൊത്തിപ്പിടിച്ച ഒരു ചേട്ടായി ഇത് അവിടെ കയറിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, മുതിർന്നവർക്കുണ്ട് കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതാ ഇവിടെയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ലേഡീസും പിള്ളേരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കാൻ ആണ്. അങ്ങനെ കെട്ടിയന്മാരെല്ലാവരും കൂടി അവരവർ ബുക്ക് ചെയ്ത ട്രീ ഹൗസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഇതാ റിസപ്ഷനിലോട്ട് അവർ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും വേണം. ഞാൻ ഒരാളായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഇതായിട്ട്.
ഇതാണ് കേട്ടോ ആ റിസോർട്ടിൻ്റെ മാപ്പ്. ഇത്രയും വ്യാപിച്ച് കിടക്കുന്നുണ്ട്, അത്രയധികം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പും അതുപോലെ ബിൽഡിങ്സും എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. From 5 p.m. until 8 p.m. will be the 20% discount for this rope park. And 50% discount will be for the cable car. But we should buy tickets. In front of us we have mini souvenir shop here. Okay, it will be but it's only for 2 people. You have a child, right? Yes. Can you tell me his age? His age? 111 and 6. Then 2. So you have three kids. 3 kids, yeah. Okay, 3 kids. And but for this room, I have here rope park, for the trolley park, for the archery, for mountain karting, and for other activities. And near will be the rope park, and they will have children's center, which calls Ubusha. They will be activities for little kids. You can have also nannies for your kids, and also near will be also 3 restaurants. And in one of the restaurants, you will have your breakfast from 8:30 till 11. At 8 p.m. we will call to you back, and we will inform you in which restaurant will be the breakfast. Okay. The first restaurant is the restaurant Al-Qabul. It's a restaurant with our national cuisine. Near will be restaurant, Italian restaurant, and there also will be Georgian restaurant. And in our territory, we also have a spa, and we have a sauna, Russian sauna here. For booking, you can call to the third number here for booking. The sauna and spa works until 2 a.m., but you can book the procedure until 10 p.m. And at the end of our territory, there will be the place, which we call like wish place. There's a high-end. You want to pay by card or by cash? അങ്ങനെ അവരൊരു വലിയൊരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് എത്തിയത്. അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു, അവിടുത്തെ സംഭവങ്ങളും അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എത്തി. ഇനി നമ്മളിങ്ങനെ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്നും കുറച്ച് ദൂരം പോകണം നമുക്ക് നമ്മുടെ ട്രീ ഹൗസിലോട്ട് എത്താൻ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ 2 വണ്ടിയായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. എല്ലാവരുടെ ട്രീ ഹൗസും തൊട്ട് അടുത്ത് തന്നെയാണ്. പോകുന്ന വഴി നല്ല മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എത്രയോ കുറേ ക്രിസ്മസ് ട്രീകളും കുറേ പൂക്കളും എന്താ പറയുക, അത്രയും നല്ല മനോഹരമായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസിൻ്റെ അവിടേക്ക് എത്താൻ ഇനി കുറച്ച് കൂടിയുണ്ട്. അപ്പോൾ അതാ ഈ ചുറ്റും ഇങ്ങനെ ആക്ടിവിറ്റീസായിട്ട് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഈ ഹോട്ടൽ. ഈ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് കാലത്തെയും വൈകുന്നേരത്തെയും ഒക്കെ ഡിന്നറും ലഞ്ചും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒത്തിരി പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ ഇതാ ട്രീ ഹൗസ് 3 ബെഡ്റൂം 4 ബെഡ്റൂം 1 ബെഡ്റൂം 2 ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ 2 സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ മല കാണാൻ തന്നെ. എന്താ പറയുക, അത്രയും നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് മഞ്ഞിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് ഫുള്ള് മഞ്ഞായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുക. മഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ടൈമിൽ വരാം. അപ്പോൾ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സ്നോയുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേറെയാണ് ഉള്ളത്. ഇപ്പോൾ ഇങ്ങനൊരു വൈബാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞു. നമുക്കുള്ള നമ്മുടെ ട്രീ ഹൗസിൻ്റെ സ്ഥലം എത്തി. അപ്പോൾ ഇനി നമ്മളതൊക്കെ എടുത്തിട്ട് പോകണം. നമ്മുടെ റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷമാണ് ബാക്കി ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ.
ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയിട്ടാണ് ഞങ്ങളുടെ ട്രീ ഹൗസുകളുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. എന്തായാലും കസാക്കിസ്ഥാനിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ആരും മറക്കരുത്, ഇവിടെ എന്തായാലും ഒരു ദിവസം എന്തായാലും സ്റ്റേ ചെയ്ത് പോകണം. കാരണം അത്രയും മനോഹരമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഇഷ്ടം പോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് സ്റ്റേ ചെയ്ത് പോകണം തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയായാൽ ഇവിടെ വേറൊരു വൈബായിരിക്കും കേട്ടോ, വേറൊരു വ്യൂ ആയിരിക്കും നമുക്ക് കാണുക. അപ്പോൾ പകലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ. ഈ കേട്ടൊക്കെ ഞങ്ങൾ കയറിയിട്ട് പെട്ടിയൊക്കെ നമ്മൾ റൂമിൽ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാരണം അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിതാ ഇതുപോലത്തെ ദൂരെ കാണുന്ന ട്രീ ഹൗസുകളിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. പലതരം ഷേപ്പുകളുണ്ട് കേട്ടോ. അവരുടെ ഇവിടെ തന്നെ എന്താ പറയുക, പുരാതനമായിട്ട് രീതിയിൽ അവർ കൊണ്ടു നടക്കുന്ന രീതിയിലുള്ള ഒരു ഗുഹ പോലത്തെ അങ്ങനത്തെ ഷേപ്പിലും ട്രീ ഹൗസുകളുണ്ട്, അല്ലാത്ത ഷേപ്പിലും ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യം. ഈ വഴി കൂടെ പോയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. എല്ലാവരും റൂമിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സുബിൻ്റെ റൂമിലോട്ടാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ചെറിയൊരു റൂം, പിന്നെ കുട്ടികൾക്കായിട്ട് ഇങ്ങനത്തെ ഒരു ബെഡാണ് നമുക്ക് ഉള്ളത്. പിന്നെ ബാത്റൂം ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ അനുപേട്ടൻ്റെ റൂം, അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീറാമേട്ടൻ്റെ റൂം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനീസേട്ടനും ഞങ്ങളും കുറച്ച് താഴത്തെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ്. ഇവരിവിടെ റൂമിൽ സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ സൈഡൊക്കെ നമ്മളിങ്ങനെ കണ്ടു. ഇവിടെ നിറയെ പൈൻ ട്രീകളാണ് ഉള്ളത്. പൈൻ ട്രീയുടെ നമ്മുടെ പൈൻ ആ കോണുണ്ടല്ലോ, ആ കോൺ ഇവിടെ ഇങ്ങനെ നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഒരാളുടെ റൂം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ റൂം ഈ താഴത്തെ റൂമാണ് കേട്ടോ. ചേട്ടൻ അത് അവിടെ ചാരുകസേരയിൽ ഇരിപ്പുണ്ട്. അപ്പം ഇനി നമുക്ക് അവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങളുടെ റൂം കഴിഞ്ഞിട്ടാണ് അനീസേട്ടൻ്റെയും റസലയുടെയും റൂം. ഇതാ കണ്ട് ഇവരുടെ റൂമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട്. അതോടുകൂടിയിട്ട് ഇവിടെ എൻഡ് ചെയ്യാണ് ഈ ട്രീ ഹൗസ്, ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പം ഇനി നമ്മുടെ റൂമിലോട്ട് നമുക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ടേബിളും അതുപോലെ ഒരു ചെയറും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ വ്യൂ, ഫ്രണ്ടിലത്തെ വ്യൂ. നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ ചുറ്റുമുള്ള വ്യൂ നമ്മൾ കണ്ടില്ലേ. ഇനി നമ്മുടെ റൂമിലോട്ട് കയറാം. ഇതാണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളും. ഇതാണ് ബെഡ്. ഇപ്പോൾ ഏണസിന് കിടക്കാൻ വേണ്ടി ഒരു ബെഡ് കൂടി നമ്മൾ ബുക്ക് ചെയ്തു. പിന്നെ താഴെയൊക്കെ നിറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ. ഇവിടെ ഹീറ്ററും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഷെൽഫാണ് കേട്ടോ. ഈ ഡോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ചില ബാത്റൂമുകളിലൊക്കെ നമുക്ക് കയറുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഡോറിൻ്റെ പിന്നിലാണ് ഇവിടെയാണ് ഒരു ഷെൽഫ് ഉള്ളത്. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും സാധനങ്ങളൊന്നും കയറ്റി വയ്ക്കാൻ പോയില്ല, കാരണം നമ്മൾ പിറ്റേ ദിവസം ഉച്ചയോട് കൂടി ഇവിടുന്ന് നമ്മൾ ഇറങ്ങും. അപ്പോൾ അധികം എല്ലാതും അവിടെ ഇവിടെയൊന്നും പരത്തി വയ്ക്കാൻ പോയില്ല, എങ്ങാനും എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ അവർ ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ട്. നമുക്കത് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതാ പിള്ളേർ അവിടെ ഇരുന്ന് പൈൻ കോണ് അവിടെ പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ പാർക്കും ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള ഒത്തിരി സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ സമയത്ത്. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് പോയില്ല, കാരണം ഓൾറെഡി നമുക്ക് നല്ല തണുപ്പുണ്ട്. പിന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ വിട്ടു. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏരിയയിലോട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി ഐറ്റംസ് ഇവർ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കീ ചെയിൻസ്, ബൊമ്മകൾ, പിന്നെ അവരുടേതായ ആഭരണങ്ങൾ, തോക്ക്, കത്തി, ഇതൊക്കെ പ്ലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെ കുറച്ച് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാണ് ഇനി നമ്മുടെ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പാർക്കുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ പിള്ളേരെയും അവിടെ കയറ്റാൻ പോവാണ്. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ കാണിച്ചല്ലോ, ഇവിടുത്തെ മാപ്പ് നമ്മൾ കാണിച്ചല്ലോ, ഇതാണ് സംഭവം കേട്ടോ. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജ്യൂസിൻ്റെ, അങ്ങനെ ബർഗറിൻ്റെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആ സൈഡിലോട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാവർക്കും കയറാൻ പറ്റില്ല, ഹൈറ്റ് ഉണ്ട് നോക്കിയാണ്. Safest one in the India. Look. Hello guys. Hello guys. We are going outside. Today's video, we're gonna eat some. അങ്ങനെ കുഞ്ഞു കുട്ടികൾക്കും കുറച്ച് മുതിർന്ന കുട്ടികൾക്കായിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ പിള്ളേർക്ക് 2 പേർക്കും സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവരെ ഇനി ഗെയിമിനും കാര്യങ്ങൾക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയ ഇത് ഭയങ്കര ലെങ്തിയാണ്. 10 തന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇവർ കയറുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ ലൈവായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവായിട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്